മിഅ്റാജിന്റെ രാവിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയും ഹബീബായ തങ്ങൾ സ്വർഗ്ഗലോകം കടക്കുകയും സ്വർഗ്ഗത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ സമയത്തു ഖശ്വ, ഞാൻ എന്റെ പിറകിൽ ഒരു കാലൊച്ച കേട്ടു എന്ന് റസൂലുള്ളാഹ്. കാലൊച്ച കേട്ടു. ഞാൻ നോക്കുമ്പോൾ ബിലാലെ, അത് നിങ്ങളായിരുന്നുവെന്ന് മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഞാൻ നിങ്ങളവിടെ കണ്ടു ബിലാലെ. ബിലാലെ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഈ മഹാപ്രതിഫലം. സബഖ്തനി ഇലൽ ജന്നതി യാ ബിലാൽ, ബിലാലെ എന്നെക്കാളും മുമ്പ് നിങ്ങൾ സ്വർഗ്ഗത്തിൽ എത്തിയല്ലോ. അത് സബ്ഖ് ഖിദ്മ. ഒരു VIP ഗസ്റ്റ് വരുമ്പോ ഖിദ്മത്തിന്റെ ആളുകൾ ആദ്യം പോകുന്ന, എന്നിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടാ ശൈഖന്മാര് വരിക അല്ലെ, അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരിക എന്ന പോലെ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നത് നബി തന്നെയാണ്. അതുമായി ഇതിന് വൈരുദ്ധ്യമില്ല. പക്ഷേ സ്വർഗം ഒരുക്കി വെക്കാൻ ബിലാൽ ഇബ്നു റബാഹ് എന്നവർ ഹബീബിന്റെ മുമ്പ് കടക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ നിങ്ങൾ അങ്ങനെ വരാൻ കാരണം? എന്തേ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഇത് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, മാ തവല്ലഅതു വുദൂഅൻ, ഞാൻ എപ്പോൾ വുദൂ എടുത്തിട്ടുണ്ടോ, എപ്പോൾ വുദൂ എടുത്താലും അല്ലാഹുവിന് വേണ്ടി എനിക്ക് കഴിയുന്നത്ര സുന്നത്തുകൾ നിസ്കരിക്കാത്ത വുദൂ ഇല്ല നബിയേ, ഞാൻ എപ്പോഴും വുദൂയിലാണ്. അത് തന്നെയാണ് ബിലാലെ നിങ്ങൾക്ക് സ്വർഗ്ഗപ്രവേശം വളരെ പെട്ടെന്ന് കിട്ടാൻ കാരണമെന്ന് റസൂലുള്ളാഹ്. ദുനിയാവെന്ന് സ്വർഗമെന്ന് കിട്ടിപ്പോയ സന്തോഷ വാർത്ത കിട്ടിയ മഹത്തുക്കളിൽ ഒരാൾ അശറത്തുൽ മുബശ്ശരീനുണ്ട്.